നിങ്ങൾ ചിക്കൻ ഉണ്ടപ്പുട്ട് കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ കണ്ണൂരൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഉണ്ടപ്പുട്ട് റെസിപ്പിയാണ് കാണിക്കുന്നത്. അതും ചിക്കൻ വെച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടപ്പുട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ 250 ഗ്രാമോളം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് പച്ചക്ക ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേവിച്ചെടുത്തിട്ട് നോർമലി മസാലയൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അങ്ങനെയും ചെയ്യട്ടെ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിനി ചിക്കൻ മാത്രമായിട്ടൊന്ന് കോരി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള മസാലയൊക്കെ നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ വഴറ്റിയെടുത്താൽ മതി. പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവേ. അങ്ങനെ ഇതാ ചിക്കൻ കോരി മാറ്റിയതിന് ശേഷം 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഒരല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഇട്ടതാണ്, നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. അടച്ച് വെച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു സമയത്ത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും കൂടി ഒന്നിച്ച് ചതച്ചിട്ട് 1 ടേബിൾ സ്പൂണാണ്, മൂന്നും കൂടി ഉള്ളൂ, എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നവരെ ഫ്ലെയിം കുറച്ച് വെച്ച് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ ഒന്നും വേണ്ട, കാരണം നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇത് മാത്രം മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ മസാലയോടുകൂടി വേവിച്ചെടുത്തിട്ട് സ്പ്രെഡ് ചെയ്തിടുമല്ലോ, അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതിയേ. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി അങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ആ ഒരു മസാല ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ. ഒന്ന് ആവിയൊക്കെ വന്ന് ഒന്ന് സെറ്റായി കിട്ടും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഉണ്ടപ്പുട്ടിന് മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായത്. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ തലശ്ശേരിയൊക്കെ ഒറോട്ടി ചുടുന്ന, ഒറോട്ടിയും പത്തലൊക്കെ ചുടുന്ന അരിപ്പൊടിയില്ലേ, പച്ചവെള്ളത്തിൽ കുഴക്കുന്നത്, അതാണ് എടുത്തിട്ടുണ്ടായത്. അഥവാ നിങ്ങളുടെ കയ്യിൽ പത്തിരിപ്പൊടിയാ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ കുഴക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. ഞാനിപ്പോൾ നോർമലി ഇതാ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കുറച്ച് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ തന്നെ കുഴച്ചെടുക്കുക. ഇതുപോലെ പച്ചവെള്ളത്തിൽ കുഴക്കുന്ന അരിപ്പൊടികൾ കടയിലൊക്കെ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണല്ലോ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനത്തത് വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഉണ്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സിമ്പിളായിരിക്കും കേട്ടോ, ഒരുപാട് മെനക്കേടില്ലല്ലോ. അങ്ങനെ ഇതാ കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഓയിലോ തടവി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവും ഫില്ലിങ്ങൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള ഉണ്ടപ്പുട്ട് വേണോ അതിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ട് കുഴിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഇനിയിപ്പം ഇതിൽ 1-2 സ്പൂൺ എത്രത്തോളം ഫില്ലിങ് വേണോ അതും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും കവറാകുന്ന രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു ഭാഗം. എന്നിട്ട് നല്ലപോലെ നല്ല സോഫ്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഷേപ്പ് ആകുന്ന രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു മാവ് കുഴക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റായിട്ട് ഓവർ ടൈറ്റായിട്ട് കുഴക്കരുത്, പിന്നെ ഓവർ ലൂസായി പോകാനും പാടില്ല. ഓവർ ടൈറ്റായിക്കാൻ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ വേവുന്ന സമയത്ത് മാവ് ക്രാക്ക് വരും, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫില്ലിങ് പുറമേ ആവാൻ ചാൻസ് ഉണ്ട്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഒരു മീഡിയം ലെവലിൽ മതി കേട്ടോ, ഓവർ ലൂസും ആവരുത് ഓവർ ടൈറ്റും ആവരുത്, എന്നാൽ നല്ല സോഫ്റ്റും ആയിരിക്കണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒട്ടും ക്രാക്കൊന്നും ഇല്ലാതെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണേ. അങ്ങനെ ഇതാ ഞാൻ സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കുറച്ചൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാ ഭാഗത്തും ലെവലാകുന്ന രീതിയിൽ. വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ പിരിച്ചു കൊടുത്തതിന് അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ഉണ്ടപ്പുട്ട് 2 രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. ഒന്നെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇതുപോലെ മസാലയൊക്കെ നിറച്ച് സ്റ്റീമറിൽ വെക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ട് ഈ ഒരു ഉണ്ടനെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കില്ല, അതുപോലെ മൊത്തത്തിൽ തേങ്ങ കൊണ്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. എല്ലാന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചിലവർക്ക് തേങ്ങ അങ്ങനെ കടിക്കുമ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ മസാല തേച്ച് ഫ്രൈ ചെയ്യുന്ന രീതി 2 രീതിയിലും ചെയ്യും കേട്ടോ. ഏതാണോ ഇഷ്ടമുള്ളത് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ എല്ലാവർക്കും കുറച്ച് സ്പൈസി വേർഷനെ ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ മസാല തേച്ച് ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ സ്റ്റീമർ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ്, ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ച് കൊടുത്താൽ മതിയേ.
അങ്ങനെ ഇതാ നമ്മുടെ ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നല്ലപോലെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ മാവിൽ എനിക്ക് ഇത്രയും ഉണ്ടപ്പുട്ടാണ് കിട്ടിയിട്ടുണ്ടായത്. ഇനി നമ്മുടെ ഉണ്ടപ്പുട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടി, ഉപ്പ്, മുളക് പൊടി മാത്രമാണ് ഇട്ടിട്ടുള്ളത്. വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഒരുപാട് തിക്കായിട്ട് മിക്സ് ചെയ്യേണ്ട, എന്നാൽ ഭയങ്കര ലൂസും ആവേണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമ്മുടെ ഉണ്ടപ്പുട്ട് എത്രയാണോ ഇതിൽ കൊള്ളുന്നത് 3-4 അങ്ങനെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് കോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഡയറക്റ്റ് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരുപാട് വേണ്ട, കാരണം നമ്മൾ ഈ ഒരു ഐറ്റം ഷാലോ ഫ്രൈയേ ചെയ്യുന്നുള്ളൂ, ഡീപ്പായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഉണ്ടപ്പെട്ട് ഫ്രൈ ചെയ്യാൻ ഞാൻ ഇത്ര കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതുപോലെ എണ്ണയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, മസാല കോട്ട് ചെയ്തിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കേണ്ട, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ആ ഒരു മസാല ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുക, അത്രയേ വേണ്ടുള്ളൂ കേട്ടോ. ഒരുപാട് മൊരിയണമെന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടാ. അങ്ങനെ ഇതാ ഞാൻ ഇതാ മൊത്തത്തിൽ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കാണാനും മൊഞ്ചാനും കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കുള്ള ഉണ്ടപ്പുട്ട് പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇളമ്പക്ക കല്ലുമ്മക്കായൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണ്. പക്ഷെ അതെല്ലാവരും കൂട്ടണമെന്നില്ല, എല്ലാ സീസണിലും കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ ചിക്കൻ ആകുമ്പോൾ എപ്പോഴും നമ്മുടെ കിച്ചണിലുള്ള ഐറ്റം തന്നെയല്ലേ, മെയിൻ തയ്യാറാണല്ലോ. ചിക്കൻ ലവേഴ്സ് ആയിരിക്കും മിക്കവരും. അപ്പോൾ ഇടയ്ക്കൊക്കെ പെട്ടെന്ന് തിന്നണം തോന്നുമ്പോൾ ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്നിക്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം, ആദ്യം കഴിക്കട്ടെ. ഏതാണോ ഇഷ്ടമുള്ളത് ആ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്